فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സച്ചരിതരായ ദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യർ ഏറെ നിസ്സഹായമായി പോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അത് ഒരുപക്ഷെ ചിലപ്പോൾ വ്യക്തി ജീവിതത്തിൽ, ചിലപ്പോൾ കുടുംബ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ നിസ്സഹായമായി പോകുന്ന സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ ഒരു രാജ്യമൊട്ടാകെ നിസ്സഹായാവസ്ഥയുടെ പിടിമുറുക്കത്തിൽപ്പെടുന്ന സാഹചര്യങ്ങൾ, അതുമല്ലെങ്കിൽ തന്നെ ലോകം തന്നെ മൊത്തം നിസ്സഹായമായി കടന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ലോകം മുഴുവൻ നിസ്സഹായമായി കടന്നുപോയ സന്ദർഭമായിരുന്നു നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ കൊറോണയുടെ വർഷമെന്ന് പറയുന്നത്. ഒരുപാട് അവകാശവാദങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും എല്ലാ അതിരടയാളങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് മനുഷ്യരായ ഞങ്ങൾ ഇനി എത്തിപ്പിടിക്കാൻ ഒരു മേഖലയുമില്ല, ഭൂമിയിലെ ജീവിതം ഞങ്ങൾ മടുത്തു, ഇനി ചൊവ്വയിലേക്ക് കുടിയേറി പാർക്കുന്നു എന്നൊക്കെ പ്രതാപം നടിക്കുന്ന മനുഷ്യ സമൂഹം അങ്ങനെ മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു പോകുന്ന സന്ദർഭത്തിലായിരുന്നു ആ അഹങ്കാരമെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നിസ്സഹായമായ മനുഷ്യൻ കേട്ടുകേൾവി സംഭവിച്ചിട്ടില്ലാത്ത, മനുഷ്യർക്ക് പരിചയിച്ച ശീലമില്ലാത്ത ഒരു കാലത്തേക്ക് കൊറോണയുടെ കാലം നമ്മളെ കൊണ്ടുപോയത്. അതിൻ്റെ മുമ്പിൽ ലോകം നിശ്ചലമായി എന്ന് മാത്രമല്ല, നിശ്ചേഷ്ടമായി ലോകം നിന്നുപോയി. ലോകം മുഴുവൻ ആ വിപത്തിൻ്റെ മുന്നിൽ, സൃഷ്ടാവിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. കോവിഡിൻ്റെ സന്ദർഭത്തിൽ അരുന്ധതി റോയ് എഴുതിയ ഒരു ലേഖനമുണ്ട്. ദ പാൻഡമിക് ഈസ് എ പോർട്ടൽ എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ തലക്കെട്ട്. അതിൽ അവർ രേഖപ്പെടുത്തിയത് മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ എത്രത്തോളം ഒരാളെ കൊണ്ടെത്തിച്ചു എന്നാൽ ദൈവനിഷേധികളായ ആളുകൾ പോലും രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് എവിടെ നിന്നെങ്കിലും ഒരു രക്ഷ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു സന്ദർഭമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അന്ന് അരുന്ധതി റോയ് അവരുടെ ലേഖനത്തിൽ എഴുതി വച്ചത്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ എത്രയോ നിസ്സഹായമായ സന്ദർഭങ്ങൾ മനുഷ്യജീവിതം ഇനിയും പരിചയിക്കാനിരിക്കുന്നു, അനുഭവിക്കാനിരിക്കുന്നു എന്ന് ചരിത്ര സംഭവങ്ങൾ, സമകാലിക സാഹചര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 239 മനുഷ്യരുമായി മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് ബീജിങ്ങിലേക്ക് പറന്ന ഒരു വിമാനത്തെക്കുറിച്ച് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പരിചയിച്ചത്.
2014 239 മനുഷ്യരെയുമായി പറന്ന ആ വിമാനം മഹാസമുദ്രത്തിൻ്റെ മീതെ റഡാറിൽ പോലും പിടികിട്ടാതെ എവിടെയോ അപ്രത്യക്ഷമായി. ഇന്നും ആ 239 മനുഷ്യരെയുമായി പറന്നുപോയ വിമാനം എവിടെയാണ് എന്നതിനെക്കുറിച്ച് മനുഷ്യജീവിതം ഇന്നും പരതിയിട്ടും ഒരെത്തും പിടിയുമില്ലാതെ അനന്തമായി ആ ദുർഘടമായ സാഹചര്യത്തെ പലപ്പോഴും നമ്മൾ വല്ലപ്പോഴും മനുഷ്യർ നിസ്സഹായ അവസ്ഥയിൽ പെട്ടുപോകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഓർത്തെടുക്കാറുണ്ട്. ഇങ്ങനെ നിശ്ചേഷ്ടമായി മനുഷ്യ സമൂഹം കടന്നുപോകുന്ന എത്രയോ സന്ദർഭങ്ങൾ മനുഷ്യർ ഇനിയും പരിചയിക്കാനിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നൽ ഇൻസാന ലയത്ഗ അർറആഹു ഇസ്തഗ്ന. മനുഷ്യൻ്റെ ദൗർബല്യത്തെ പരിഗണിക്കാതെ പ്രതാപത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും പേരിൽ അഹന്ത നടിക്കുന്ന മനുഷ്യർ അവരുടെ ദൗർബല്യത്തെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നില്ല. ഇന്നൽ ഇൻസാന ലയത്ഗ, മനുഷ്യൻ കൂടുതൽ കൂടുതൽ അതിക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നു. അർറആഹു ഇസ്തഗ്ന, തനിക്ക് താൻ മാത്രം മതി എന്ന ആത്മദൈന്യതയിൽ ആത്മപൂജയിൽ മനുഷ്യൻ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന അതിരടയാളങ്ങളെ, ദൈവീകമായ വീക്ഷണങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ജീവിതം പലപ്പോഴും മനുഷ്യരെ വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന എല്ലാ ശക്തിപ്രവാഹങ്ങളുമായി നമ്മളിങ്ങനെ അഹങ്കാരത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബോധ്യപ്പെടേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ ശക്തിയും ആ ശക്തിയുടെ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ്. എല്ലാ ശക്തിയുടെയും ഊർജത്തിൻ്റെയും ഉറവിടം റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന തിരിച്ചറിവായിരിക്കണം വിശ്വാസി സമൂഹത്തിന്, വിശിഷ്യ മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാവേണ്ടുന്നത്. ഞാൻ പറഞ്ഞു വന്നത് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിനെ നക്കിത്തുടയ്ക്കുന്ന ആ തീഗോളങ്ങൾ, അതിനെ ആളിക്കത്തിക്കുന്ന ഭീകരമായ കൊടുങ്കാറ്റ്, ഒരുപക്ഷെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ, ചാനലുകളിലൂടെ നമ്മൾ കേട്ട ഒരു വർത്തമാനമുണ്ട്. കുറേ ദശകങ്ങളായി അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്താകമാനം ചെയ്തു കൂട്ടിയ കൊടും ഭീകരതയുടെ ഇരകളായിത്തീർന്ന നിസ്സഹായരായ മനുഷ്യരുടെ ശാപപ്രാർത്ഥനയുടെ അനന്തരഫലമാണ് അമേരിക്കയിലെ ഈ കാട്ടുതീ എന്ന് വാദിക്കുകയും അങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും US ലോകത്തോട് ചെയ്ത കൊടും ക്രൂരതയെ അപേക്ഷിച്ച് എത്രയോ ചെറുതാണ് ഇത് എന്ന് നോക്കിക്കാണാനാണ് നമുക്ക് ഈ ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ ഒരു ചരിത്ര യാഥാർത്ഥ്യമായി ചരിത്രങ്ങളെ കൂട്ടി വായിച്ചുകൊണ്ട് നമ്മളതിനെ വിലയിരുത്തേണ്ടുന്നത്. മർദ്ദിത ജനകോടികൾ വേദനയുടെയും പ്രയാസത്തിൻ്റെയും ഘട്ടത്തിൽ കണ്ണുനീർ വാർത്തുകൊണ്ട്, ഹൃദയം വിങ്ങിക്കൊണ്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദൈവമേ, രക്ഷിതാവേ, അള്ളാഹുവേ, ഞങ്ങളെ ഈ വിധം ആക്കിത്തീർത്ത അമേരിക്കൻ സാമ്രാജ്യത്തെ നീ നശിപ്പിക്കണമേ എന്ന് മർദ്ദനങ്ങൾക്കിരയായ ആ നിരപരാധികളായ മനുഷ്യർ എത്ര തവണ കൈ ഉയർത്തിയിട്ടുണ്ടാവും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. US ഭരണകൂടം ചെയ്ത അരുതായ്മകൾക്ക് കാലിഫോർണിയയിലെ പാവപ്പെട്ട മനുഷ്യർ എന്ത് പിഴച്ചു എന്ന് ചോദിക്കുന്നവരുണ്ട്. നിരപരാധികളും നിസ്സഹായരുമായ ആളുകൾ ഈ വലിയ പ്രകൃതിക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരോട് കാരുണ്യവാനായ ദൈവം കരുണ കാണിക്കുന്നതിന് ഈ ദുരന്തം തടസ്സമല്ല. ഭൗതിക ലോകം മാത്രമല്ല, ദുനിയാവ് മാത്രമല്ല ജീവിതം എന്ന് പഠിപ്പിച്ച അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം
അവരോട് കരുണ ചെയ്യാൻ ഇനിയും ഒരുപാട് സന്ദർഭങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ട്. എന്നാൽ കാലിഫോർണിയയും ലോസ് ആഞ്ചലസും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ന് ലോക സമൂഹത്തിന് മൊത്തത്തിൽ അറിയാം. ഈ ദുരന്തം അമേരിക്ക ക്ഷണിച്ചു വരുത്തിയതാണോ എന്ന് ചോദിച്ചാൽ, അതിൻ്റെ പിന്നാമ്പുറ കഥകൾ പരിശോധിച്ചാൽ അമേരിക്ക ക്ഷണിച്ചു വരുത്തിയതാണ് എന്ന് സ്വാഭാവികമായി ഫലസ്തീനുകളും ലോകത്തെ അധിനിവേശത്തിന് ഇരയായിട്ടുള്ള അമേരിക്കൻ അധിനിവേശത്തിന് ഇരയായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായി അവർ പറഞ്ഞു പോകുന്ന വർത്തമാനമാണ്. തങ്ങൾ നേടിയെടുത്ത, തങ്ങൾ കൈവരിച്ചിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട്, തങ്ങളുടെ സൈനിക സായുധ ബലം കൊണ്ട്, വീറ്റോ പവർ കൊണ്ട് എന്തും ചെയ്യാമെന്ന് അഹങ്കരിക്കുകയും തങ്ങളുടെ രാഷ്ട്രീയമായ അന്തർദേശീയ നയങ്ങൾ പുനഃപരിശോധിക്കാൻ ഒരുപക്ഷെ ഈ കാട്ടുതീ അവർക്ക് ഒരു അവസരം കൂടിയാകും എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ലോക ചട്ടമ്പി രാഷ്ട്രമായ അമേരിക്കയോട് ഈ ഒരു യാഥാർത്ഥ്യം ഉറക്കെ പറയുന്ന മനുഷ്യരുണ്ട്. ആ പറയുന്ന മനുഷ്യരെ ഒരു കാരണവശാലും നമുക്ക് തിരുത്താനും നമുക്ക് അവകാശമില്ല. കാരണം ഏത് സമൂഹവും, ഏത് മർദ്ദക സമൂഹവും എന്താണോ വിതച്ചത് അത് തന്നെ അവർക്ക് കൊയ്യാൻ കഴിയൂ. എന്താണോ അവർ നട്ടത് അതേ അവരുടെ നാട്ടിൽ മുളയ്ക്കുകയുമുള്ളൂ എന്നത് ഏത് രാഷ്ട്രത്തിൻ്റെയും, ഏത് തിണ്ണമെടുക്കുള്ള രാഷ്ട്രത്തിൻ്റെയും തീർച്ചയായിട്ടും അവർ അനുഭവിക്കുന്ന അനന്തരഫലമാണ്. നമുക്കൊരല്പം ചരിത്രത്തിലേക്കൊന്ന് കടന്നു പോകാം. 1492 ഇറ്റാലിയൻ നാവികൻ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തി തദ്ദേശീയരെ അടിമകളാക്കിയാണ് ഇന്ന് കാണുന്ന അമേരിക്ക അതിന് രൂപം കൊടുത്തത്. പ്രീ കൊളംബിയൻ കാലത്തെ അമേരിക്കൻ ആദിവാസികളെ കൂട്ടക്കൊല നടത്തുകയും നാടുകടത്തുകയും അവിടെ വെള്ളവംശീയത സ്ഥാപിച്ചുകൊണ്ടാണ് അമേരിക്കയിൽ അവർ ആധിപത്യം ഉറപ്പിച്ചത്. പിന്നീട് അവർ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകൾ എന്ത് എന്നതിൻ്റെ ചരിത്രം സാക്ഷിയാണ്. രണ്ടാം ലോക ഭീകരയുദ്ധ സമയത്ത് 1945 ആഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് അമേരിക്ക വർഷിക്കുന്നുണ്ട്. തുടർന്ന് ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന അണുബോംബും അമേരിക്ക വർഷിക്കുന്ന ഒരു ചരിത്ര സന്ദർഭമുണ്ട്. 2,46,000 നിസ്സഹായരായ മനുഷ്യരെ ചുട്ടുചാമ്പലാക്കിയായിരുന്നു അമേരിക്ക ആ ക്രൂരകൃത്യം ചെയ്തത് എന്നത് ഇന്ന് പാഠപുസ്തകത്തിൽ കുട്ടികൾ പോലും അവർ പഠിക്കുന്ന ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തിൻ്റെ പാഠങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. ഇന്നും ആ നാട് അതിൻ്റെ ദുരിതപർവ്വത്തിൽ നിന്ന് മോചിതമായിട്ടില്ല എന്ന് അവിടുത്തെ തലമുറയെ, അവിടുത്തെ സന്താന പരമ്പരകളുടെ ജീവിതാവസ്ഥകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. UN സെക്യൂരിറ്റി കൗൺസിൽ ഇസ്രയേലിനെ എതിർത്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങൾ അമേരിക്കൻ വീറ്റോ കാരണമായി തള്ളപ്പെട്ടതിൻ്റെ വസ്തുതകൾ നമ്മൾ എത്രയോ തവണ കണ്ടു. ഇസ്രയേൽ ഭീകരതയെ എതിർത്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട UN പ്രമേയങ്ങൾക്കെതിരിൽ 49 തവണയാണ് അമേരിക്ക വീറ്റോ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ എതിർത്ത് കളഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഗസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന 4 സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ വാഷിങ്ടൺ വീറ്റോ ചെയ്തിരുന്നു എന്ന വാർത്ത നമ്മൾ കണ്ടു. ഗസയുടെ വെടിനിർത്തലിന് ഏതെല്ലാം തരത്തിലുള്ള നിന്നുകൊടുക്കലുകൾക്കും അമേരിക്കയ്ക്ക് മുമ്പിൽ തുറന്ന് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതിനെയൊക്കെയും ഇല്ലാതാക്കാൻ ആ നാട് നിരപരാധികളായ മനുഷ്യരിലേക്ക് അവർക്കൊന്ന് നിസ്സഹായ അവസ്ഥയോടുകൂടി, സഹതാപത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി ദയാപൂർവം ഒന്ന് നോക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന് സാധിച്ചിരുന്നില്ല എന്ന ഒരു കഥ നമ്മൾ ഈ ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പിന്നാമ്പുറ കഥകൾ മർദ്ദിക്കപ്പെട്ട ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഓർത്തെടുക്കാൻ ഒരല്പം സുഖമുള്ള ഓർമ്മകൾ കൂടിയാണ്. ഫലസ്തീനിൽ ഇസ്രയേൽ നടത്തിയ വംശഹത്യയിൽ, മനുഷ്യഹത്യയിൽ
അമേരിക്ക അതിൻ്റെ കൂട്ടുപ്രതിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്രയേലിന് ഏകദേശം ഓരോ വർഷവും $3 ബില്യൺ സൈനിക സഹായം നൽകുന്നതിന് പുറമെ അന്താരാഷ്ട്ര ബോഡിയിലെ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് US എന്ന് പറയുന്ന രാഷ്ട്രം. ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിലെ ഏറ്റവും വലിയ വിലങ്ങുതടി ആര് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ് എന്ന് ഏത് കുഞ്ഞിനും പറയാൻ കഴിയും. തങ്ങൾ അനുഭവിക്കുന്ന ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഫലസ്തീനികൾ ഷഹാദത്തുകൾ, ഷഹീദുകളെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥനയും അവരുടെ ശാപവും അമേരിക്കയുടെ തലയിൽ വന്ന് പതിക്കുക തന്നെ ചെയ്യും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അമേരിക്കയിലെ കാട്ടുതീയെ ഇതുമായി ചേർത്ത് വെച്ച് പറയാൻ മാത്രം ദൈവികമായ ഒരു ബോധനവും വഹിയും മുസ്ലിം ഉമ്മത്തിന് ലഭിക്കാത്തിടത്തോളം കാലം അത് അതിൻ്റെ തിക്തഫലമാണ് എന്ന് പറയാൻ മുസ്ലിം ഉമ്മത്തിന് ഏതാണെങ്കിലും സാധ്യമല്ല. സെപ്റ്റംബർ 11 സംഭവത്തിൽ അമേരിക്കൻ അധിനിവേശ സേന ഇറാഖിൽ കൊന്നുതള്ളിയത് 4,06,000 മനുഷ്യരെയാണ്. 2,41,000 മനുഷ്യരെ പല സന്ദർഭങ്ങളിലായി അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക നടത്തിയ അധിനിവേശത്തിൽ കൊല ചെയ്യപ്പെട്ടതിൻ്റെ കണക്കുകൾ നമുക്കൊക്കെ വളരെ കൃത്യമായി അറിയാം. അമേരിക്കയുടെ ആഭ്യന്തര വരുമാനത്തിൻ്റെ വലിയൊരു വിഹിതം അതാണ് ഒരു തീഗോളമായി അത് കത്തിയമർന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സമയത്ത് അമേരിക്കൻ പ്രൈഡിനെ സൂചിപ്പിക്കുന്ന അവിടുത്തെ അത്യന്താധുനിക സൗകര്യങ്ങൾ ഈ തീ അണയ്ക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്ന അതേ സന്ദർഭത്തിൽ തന്നെ ഒരു വലിയ പ്രദേശത്ത് ചാമ്പലായിക്കൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് 1,000-കണക്കിന് വീടുകളെയും കെട്ടിടങ്ങളെയും സംരക്ഷിക്കാൻ അവരുടെ സാധന സാമഗ്രികൾക്കും കോപ്പുകൾക്കും കഴിയാത്തത്ര നിസ്സഹായ അവസ്ഥ അമേരിക്കയിൽ ഉണ്ടാക്കിയതിൻ്റെ കൃത്യമായ കാരണം എന്ത് എന്ന് പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ്റെ യുക്തികൾ കൊണ്ടൊന്നും അളക്കാൻ കഴിയാത്ത ദൈവികമായ മറ്റെന്തോ ഇടപെടലുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഫലസ്തീനികൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ പോലും, അവരുടെ വ്ളോഗിങ്ങുകളിൽ പോലും, അവരുടെ ഖത്തീബുമാർ പോലും അത് വളരെ കൃത്യമായി പറയാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയമായി, നൈതികമായി, ധാർമ്മികമായി ഇന്ന് ലോകത്ത് എന്തെല്ലാം മൂല്യച്യുതികൾ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നോ അതിൻ്റെയൊക്കെ ഒരു പങ്ക് അമേരിക്കൻ ഭരണകൂടത്തിനുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക എന്ന രാജ്യത്തിനുണ്ട് എന്നത് അതിൽ രണ്ട് പക്ഷം എന്താണെങ്കിലും മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാവാൻ ഒരു തരവുമില്ല. ഒരുപക്ഷെ ഈ പ്രതിഭാസത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ച വിപത്തുകൾ, അവരുണ്ടാക്കി വെച്ചിട്ടുള്ള അധിനിവേശത്തിൻ്റെ നരഹത്യയുടെ, വംശഹത്യയുടെ കണക്കുകൾ കാലിഫോർണിയയിലെ ഈ ചൂട് കൊണ്ടെങ്കിലും അവർക്ക് പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് സ്വാഭാവികമായി നമുക്ക് ഒന്ന് പ്രത്യാശിക്കുകയും ആശിക്കുകയും ചെയ്യാം എന്നത് മാത്രമാണ് അവിടുത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, വിശുദ്ധമായ ഖുർആൻ പ്രകൃതി ദുരന്തങ്ങളെ വളരെ കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ എന്താണ് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ കൃത്യമായ നിലപാടുകൾ എന്ത് എന്ന് പഠിക്കൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. കാലിഫോർണിയയിൽ, അതേപോലെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുതീയെപ്പറ്റി പറയുമ്പോൾ നിരവധി ചിന്തകൾ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഒരുപാട് ആലോചനകളിലേക്ക് വിശ്വാസികളായ നമ്മെ കൂട്ടിക്കൊണ്ടുപോകേണ്ടതുണ്ട്. ഒന്ന്, ഇത് തങ്ങൾ ചെയ്ത കൊടും ക്രൂരതയ്ക്കുള്ള ദൈവീകമായ ശിക്ഷയാണ് എന്ന് പ്രഖ്യാപിക്കാമോ എന്നതാണൊരു വിഷയം. അങ്ങനെ പ്രഖ്യാപിക്കാൻ ദൈവീകമായ എന്തെങ്കിലും വെളിപാടുകൾ നമുക്ക് കിട്ടിയിട്ട് വേണം നമുക്കതിനെക്കുറിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ. അതില്ലാത്തിടത്തോളം അങ്ങനെ ഒരു പൊതുപ്രസ്താവന നടത്താൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾക്ക് പരലോകത്ത് മാത്രമേ ശിക്ഷ ലഭിക്കുകയുള്ളൂ എന്ന് വാദിക്കാനുള്ള ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പരലോകത്ത് മാത്രമേ ശിക്ഷ ലഭിക്കൂ എന്ന ആലോചനകളിലൂടെ നമുക്ക് കടന്നു പോകാൻ ഒരു വഴിയുമില്ല എന്നതാണ് ഖുർആനിൻ്റെ ഭാഷ. വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ മനുഷ്യരുടെ തെറ്റുകൾക്ക് പരലോക ശിക്ഷ കൂടാതെ ഐഹികമായ ചെറിയ ശിക്ഷകൾ ഉണ്ടാകും എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ കഴിയും. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലിയ മഹാശിക്ഷയ്ക്ക് മുമ്പ്, പരലോകത്തിലെ വലിയ ശിക്ഷകൾക്ക് മുമ്പ് മനുഷ്യർക്കൊരു മടക്കമുണ്ടോ, ഒരു പിന്മാറ്റമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ചെറിയ ചെറിയ ശിക്ഷകൾ നൽകി പരലോകത്ത് നാം മനുഷ്യരെ അവരെ ശിക്ഷകൾ നൽകി രുചിപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വെള്ളിയാഴ്ച നമ്മൾ സുബഹിക്ക് പാരായണം ചെയ്യൽ സുന്നത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച സൂറത്ത് സജദയിലാണ്. വലനുദീഖന്നഹും, നാം അവരെ രുചിപ്പിക്കുക തന്നെ ചെയ്യും, മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ, വലിയ ഭീകരമായ ശിക്ഷയ്ക്ക് പുറമെ ഐഹികമായ ജീവിതത്തിൽ ചെറിയ ചെറിയ ശിക്ഷകൾ നൽകി മനുഷ്യരെ നാം ആസ്വദിപ്പിക്കും. എന്തിന്? ലഅല്ലഹും യർജിഊൻ, അവർ പിൻവാങ്ങുന്നുണ്ടോ, അവരുടെ തിന്മകളിൽ നിന്ന് അവർ പുറംതിരിഞ്ഞു നടക്കുന്നുണ്ടോ എന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. മഹാശിക്ഷകൾ അനുഭവിക്കാനിടയായിത്തീരുന്ന വിചാരത്തിലുള്ള ആ തരത്തിലുള്ള വിചാരങ്ങളും കർമ്മങ്ങളും ഉപേക്ഷിക്കണമെന്ന ചിന്ത അവരിൽ ഉണ്ടാവണം. ലഅല്ലഹും യർജിഊൻ, മനുഷ്യർ ഒന്ന് പിൻവാങ്ങാൻ വേണ്ടി എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. രണ്ടാമത്തേത്, പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന രണ്ടാമത്തെ വസ്തുത അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്നതാണ്. പ്രവാചകന്മാരെ അടക്കം സച്ചരിതരായ അള്ളാഹുവിൻ്റെ ദാസന്മാരെ അവരുടെ ഈമാനിൻ്റെ ദാർഢ്യത, തന്നോടുള്ള കൂറ്, റബ്ബിനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് അള്ളാഹു പരീക്ഷിക്കാൻ അള്ളാഹു തആല ചില പരീക്ഷണങ്ങൾ അയക്കുമെന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയാണ്. അതിന് അവരുടെ ദേഹത്ത്, അവരുടെ വസ്തുക്കളിൽ, അവരുടെ ധനങ്ങളിൽ, അവരുടെ സ്വത്തുക്കളിൽ, അവരുടെ വീടുകളിൽ, അവരുടെ ചുറ്റുപാടുകളെ നശീകരിച്ചുകൊണ്ടായിരിക്കും, നാശം വരുത്തിക്കൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൻ്റെ ദാർഢ്യത അളക്കാൻ വേണ്ടി ചില പരീക്ഷണങ്ങളെ അല്ലാഹു തആല അയക്കുന്നത്. അത്തരത്തിലുള്ള കഷ്ടനിഷ്ടങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് പറയാൻ കഴിയില്ല എന്നതാണ്. കാലിഫോർണിയയിലെ അത്യാഡംബരത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ അവർക്ക് അള്ളാഹു നൽകിയ ശിക്ഷയാണ് എന്നല്ല, മറിച്ച് ഒരുപക്ഷെ അവർക്ക് അള്ളാഹു നൽകിയ പരീക്ഷണമാണ് എന്ന അർത്ഥത്തിൽ കൂടി കാണാൻ കഴിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുമുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅ മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അം ഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക്, സ്വർഗലബ്ധി നിങ്ങളെ കാത്തിരിക്കുന്നുവെന്ന്, സ്വർഗപ്രവേശനത്തിലേക്ക് വളരെ ലളിതമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാമെന്ന്, എത്തിച്ചേരാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് ബാധിച്ച വിപത്തുകളൊന്നും നിങ്ങൾക്ക് സംഭവിക്കാതെ വളരെ സ്വപ്നതുല്യമായി, വളരെ ലളിതമായി, ദുർഘടബാധകൾ താണ്ടാതെ സ്വർഗലബ്ധി പൂവണിയാമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടോ എന്ന് വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത് അത്തരമൊരു സന്ദർഭത്തിലാണ്. ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായ വ്യക്തികളെയും വിഭാഗങ്ങളെയും കുറിച്ച് അവർ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക്, പരീക്ഷണത്തിന് വിധേയരായിരുന്നു എന്ന് നമുക്ക് പ്രസ്താവിക്കുവാനും കഴിയില്ല. മറിച്ച് കാലിഫോർണിയയിലെ ദുരന്തത്തെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് വിധിക്കുവാനും അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് വിധിക്കുവാനും അതിനെ വ്യവച്ഛേദിച്ച് ഒരു തീരുമാനത്തിലെത്താൻ, ഒരു നിഗമനത്തിലെത്താൻ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് യാതൊരു വഴിയുമില്ല, വഹ്യുമില്ല എന്ന ഒരു തലത്തിലേക്കാണ് വിശുദ്ധമായ ഖുർആനിൻ്റെ ചർച്ച. കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യങ്ങൾ അവർ ചെയ്തു കൂട്ടിയ ഭീകരമായ കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞാൽ സമീപകാലത്ത് ഏറ്റവും ഭീകരമായ അക്രമപ്രവർത്തനങ്ങൾ ചെയ്ത ഒരു സാമ്രാജ്യമാണ് അമേരിക്ക എന്നത് വസ്തുതയാണ്. ലോകമഹായുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ മനുഷ്യക്കുരുതി നടത്തിയത് US ആണ്. ഇന്നും
ആ തിന്മകൾ ഇസ്രായേലിനോടൊപ്പം കൂട്ടുപിടിച്ചവർ ചെയ്യുമ്പോൾ പോലും ഈ വിഷയത്തിൽ ഒരു നിഗമനത്തിലെത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യർ അടിമകൾ എന്ന നിലയിൽ, അള്ളാഹുവിൻ്റെ ദാസന്മാർ എന്ന നിലയിൽ നമുക്കൊരു വഴിയുമില്ല. പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് മൂന്നാമത് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യം, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യർ എത്ര തന്നെ പുരോഗതി കൈവരിച്ചാലും, ഭൂമിയിലെ പാർപ്പിടവും കഴിഞ്ഞ് ചൊവ്വയിൽ പാർക്കണമെന്ന ആഗ്രഹവും അഭിലാഷവും വെച്ചു പുലർത്തിയാലും, തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മനുഷ്യരുണ്ടാക്കി വെച്ച സാങ്കേതിക വിദ്യകൾ അത് അസ്ഥാനത്താണ് എന്ന വലിയ പാഠം. നിങ്ങൾ അമേരിക്കയിൽ പറക്കുന്ന അവിടുത്തെ എയർക്രാഫ്റ്റുകളുടെ ചിത്രീകരണം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്രമാത്രം സാങ്കേതികമായി പുരോഗമിച്ചാൽ പോലും മനുഷ്യർ അതിനേക്കാൾ എത്ര താഴെയാണ് അവൻ്റെ കഴിവ് എന്ന് സൂചിപ്പിക്കുന്ന ആ വീഡിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആവർത്തിച്ച് നമ്മളൊന്ന് കാണേണ്ടതുണ്ട്. ടെക്നോളജി കൊണ്ട് ശിക്ഷിക്കാൻ മനുഷ്യന് കഴിയും. പക്ഷേ ആ ശിക്ഷിച്ച ടെക്നോളജിക്ക് മാനവരാശിയെ രക്ഷിക്കാൻ കഴിയില്ല എന്ന വലിയ പാഠം യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. കാലിഫോർണിയയിൽ നിന്നുള്ള കാഴ്ചകൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മോട് പറഞ്ഞു തരുന്നത്. തങ്ങൾ കണ്ടെത്തിയ എല്ലാ സാങ്കേതിക ഉപായങ്ങളും സാങ്കേതിക വഴികളും കാട്ടുതീയുടെ മുന്നിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന നിസ്സഹായ അവസ്ഥയോളം മറ്റൊന്ന് മനുഷ്യൻ്റെ ദൗർബല്യത്തെ ബോധ്യപ്പെടുത്താൻ ഇതിനേക്കാൾ മാതൃകായോഗ്യമായ ഒരു കാഴ്ച മനുഷ്യ സമൂഹത്തിനുണ്ടാവില്ല. ബോംബിട്ട് മനുഷ്യരെ കൊല്ലാം, പക്ഷേ ബോംബ് കൊണ്ട് മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കാൻ കഴിയില്ല. മാരകമായ പ്രഹരശേഷിയുള്ള ആയുധക്കൂമ്പാരങ്ങൾക്ക് മീതെ കയറി അതിൽ അടയിരുന്നുകൊണ്ട് തങ്ങളുടെ നാടകപ്പെട്ട അഗ്നിഗോളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വിലപിക്കുന്ന US നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം, മനുഷ്യൻ അവൻ എത്ര വലിയ പുരോഗതിയിലെത്തിയാലും അവൻ സ്വയം അംഗീകരിക്കേണ്ടുന്ന അവൻ്റെ ദൗർബല്യത്തെക്കുറിച്ച് നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യനെക്കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്ന ഒരു തത്വം തന്നെ, മഅകുല്ലി ഖുവ്വത്തിൻ ളുഉഫ്, എല്ലാ ശക്തിയുടെയും ഒപ്പം അവനൊരു ദൗർബല്യമുണ്ട് എന്ന ഒരു തത്വം മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എത്ര പുരോഗതി നേടുമ്പോഴും അവൻ പരിചയിച്ചറിയേണ്ടുന്ന ഒരു തത്വമാണ്. മഅകുല്ലി ഖുവ്വത്തിൻ ളുഉഫ്, എല്ലാ ശക്തിയോടൊപ്പം ഒരു ദൗർബല്യമുണ്ട് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ മനുഷ്യജീവിതം. ഏതൊരു ശക്തിയുടെയും കൂടെ നമ്മുടെയൊക്കെ പ്രതാപത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് ദൗർബല്യമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് ആ യാഥാർത്ഥ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യരുടെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ മനുഷ്യജീവിതത്തിലെ 3 അനുഭവാവസ്ഥതകളെക്കുറിച്ച്, മനുഷ്യൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നിടത്ത് കാണാം, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളുഅഫിൻ, അല്ലാഹുവാണ് നിങ്ങളെ ദൗർബല്യത്തിൽ നിന്ന് സൃഷ്ടിച്ചത്. സുമ്മ ജഅല മിൻ ബഅദി ളുഅഫിൻ ഖുവ്വ, പിന്നീട് ആ ദൗർബല്യത്തിന് ശേഷം അല്ലാഹു നിങ്ങൾക്കൊരു ശക്തി നൽകി. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫ, പിന്നെ വീണ്ടും നിങ്ങളുടെ ശക്തിക്ക് ശേഷം വീണ്ടും ഒരു ബലഹീനത അല്ലാഹു തആല നിങ്ങളിൽ ഏർപ്പെടുത്തി. വശൈബതൻ, ഒരു നരയെയും അല്ലാഹു ഏർപ്പെടുത്തി. നമ്മുടെ ജീവിതം തുടങ്ങിയത് ദൗർബല്യത്തിൽ നിന്നാണ്. പക്ഷെ ജീവിതത്തിൻ്റെ ഏതോ സന്ദർഭത്തിൽ നമ്മൾ പച്ചപിടിച്ചു. വീണ്ടും ആ പച്ചപിടിച്ച അവസ്ഥയിൽ നിന്ന് വീണ്ടും ദൗർബല്യത്തിലേക്കും നരയിലേക്കും ജരാനരകളിലേക്കും മടങ്ങിപ്പോകുന്നതാണ് മനുഷ്യജീവിതം എന്ന് മനുഷ്യജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളെ 3ആയി തരംതിരിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്തെല്ലാം അല്ലാഹു തആല ചേർത്ത് വെച്ച പദം ളുഅഫ്, മനുഷ്യൻ ദുർബലനാണ് എന്ന പാഠമാണ്. മനുഷ്യജീവിതത്തിലെ 3 ഘട്ടങ്ങൾ, മനുഷ്യജീവിതത്തിലെ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ അനുഭവങ്ങളെയാണ് കുറിക്കുന്നത് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ശാസ്ത്രത്തെ നിങ്ങൾ ആരാധിച്ചു പോകരുത്, സ്വന്തം ശരീരത്തെ നിങ്ങൾ ആരാധിച്ചു പോകരുത്, സ്വന്തം സമ്പത്തിനെ നിങ്ങൾ ആരാധിച്ചു പോകരുത്, നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ ആയുധത്തെയും ആയുധ കച്ചവടത്തെയും മനുഷ്യരെ നിങ്ങൾ ആരാധിച്ചു പോകരുത്. ഒരു ദുരന്തം മതി അതിനെ
നിങ്ങളെ നശിപ്പിച്ചു കളയാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുളിയ്യൻ വലാ യർജിഉൻ. ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർ, ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന നാഗരികതകൾ, ഭൂമിയിൽ ആകാശം മുട്ടി നിൽക്കുന്ന അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ, 10,000-കണക്കിന് വീടുകൾ, ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന വൻകരകളും വൻശക്തികളും അവരെ ഞൊടിയിട കൊണ്ട് തുടച്ചു നീക്കാൻ വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം, അവർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന്, അവരുടെ തറകളിൽ നിന്ന് അതിനെ തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഫമസ്തതാഉ മുളിയ്യൻ വലാ യർജിഉൻ. അവർക്ക് വീട്ടിൽ ചെന്ന് അവരുടെ മക്കളോടും കുടുംബത്തോടും വസീയത്ത് ചെയ്യാൻ കഴിയാതെ, വീട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ, നിന്ന സ്ഥലത്ത് നിന്ന് അവരെ നിഷ്കാസിതരാക്കാനുള്ള ഊർജം എൻ്റെ പക്കലാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൗർബല്യത്തിൽ നിന്നാണ്. ദൗർബല്യമുള്ള മനുഷ്യന് ചിലപ്പോൾ ഞാൻ എല്ലാത്തിനും പോന്നവനാണ് എന്ന് തോന്നലുണ്ടാവും. ആ തോന്നലിൽ നിന്നാണ് മനുഷ്യൻ ദൈവത്തോട് അതിക്രമം കാണിക്കുന്നത്. ആ അതിക്രമത്തെ തടയിടാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരന്തങ്ങളെ മനുഷ്യജീവിതത്തിൽ, ആ നിസ്സഹായ അവസ്ഥ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല ദുരന്തങ്ങളെ മനുഷ്യ സമൂഹത്തിന് നൽകുന്നത്. അബൂ ജഅഫർ അൽ മൻസൂർ അദ്ദേഹം ഖലീഫയായിരിക്കുന്ന വേളയിൽ അദ്ദേഹം തൻ്റെ രാജകൊട്ടാരത്തിൽ, രാജസിംഹാസനത്തിൽ പ്രൗഢിയോടെ, അഹങ്കാരത്തോടെ, ഒരൽപ്പം ആർഭാടപൂർവമായി അദ്ദേഹം ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. മറ്റുള്ളവരെല്ലാം അബൂ ജഅഫർ മൻസൂറിൻ്റെ മുമ്പിൽ നിശ്ചേഷ്ടരായി വളരെ ആകാംക്ഷയോടുകൂടി എന്താണ് ഖലീഫ ആജ്ഞാപിക്കുന്നതെന്നറിയാൻ കാതുകൂർത്തിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഖലീഫ അബൂ ജഅഫറിൻ്റെ മൂക്കിൽ ഒരു ഈച്ച വന്നിരിക്കുന്നത്. ഖലീഫ അബൂ ജഅഫർ അൽ മൻസൂർ അദ്ദേഹം തൻ്റെ മൂക്കത്ത് വന്നിരുന്ന ഈച്ചയെ പലവരു അദ്ദേഹം കൈകൊണ്ട് തട്ടിമാറ്റുമ്പോഴും ആ ഈച്ച വീണ്ടും തൽസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട് ജ്വലിച്ചു. ആ സന്ദർഭത്തിലാണ് ജഅഫർ ബിൻ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുന്നത്. ഖലീഫ ജഅഫർ ബിൻ മുഹമ്മദിനോട് ചോദിച്ചു, യാ അബാ അബ്ദില്ല ലിമ ഖലഖല്ലാഹു ദുബാബ്. ഈ നശിച്ച ഈച്ചയെ പടച്ചവൻ എന്തിനാണ് സൃഷ്ടിച്ചത്? യാ അബാ അബ്ദില്ല ലിമ ഖലഖല്ലാഹു ദുബാബ്. ഈ നശിച്ച ഈച്ചയെ പടച്ചവൻ എന്തിനാണ് സൃഷ്ടിച്ചത്? ജഅഫർ ബിൻ മുഹമ്മദ് അതിന് നൽകിയ മറുപടി, ലിയുദില്ല ബിഹിൽ ജബാബിറ. താങ്കളെപ്പോലുള്ള പോക്കിരികളെ, താങ്കളെപ്പോലുള്ള അഹങ്കാരികളായ ഖലീഫമാരെ, അഹങ്കാരികളുടെ കഥ കഴിക്കുന്നതിന് വേണ്ടി, നിന്ദിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല ഈച്ചയെ പടച്ചത് എന്ന് അദ്ദേഹം ഖലീഫയുടെ മുഖത്ത് നോക്കി മറുപടി പറയുന്നുണ്ട്. മനുഷ്യൻ എത്രത്തോളം ദുർബലനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൈന്യത്തെ നിയോഗിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വീക്ഷണകോണിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. വെറും കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, മറ്റൊരിടത്ത് പൊടിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, മറ്റൊരിടത്ത് ഉറച്ച മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, നാലാമത് കറുത്ത മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയാൻ മണ്ണിൻ്റെ 4 വകഭേദങ്ങളെ, വൈവിധ്യങ്ങളെ അല്ലാഹു തആല എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മനുഷ്യനെ സൃഷ്ടിച്ച പദത്തെക്കുറിച്ചാണ് ചർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത തലങ്ങളിൽ നടത്തിയത് എങ്കിൽ ഈ 4 തരം പദങ്ങൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പറയാൻ അല്ലാഹു തആല ഉപയോഗിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് ഒരു അറിവാണ് എന്നതിലേക്ക് ഖുർആൻ ആവർത്തിച്ച് പറയുകയുമില്ല. മറിച്ച് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ഉത്ബോധനമാണ്. മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ആവർത്തിച്ച് പറയാൻ 4 പദങ്ങൾ അല്ലാഹു ഉപയോഗിച്ചത് അതിൻ്റെ ഭാഷാ വൈപുല്യത്തെക്കുറിച്ച് മനുഷ്യനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് ഹുവ അഅലമു ബിക്കും ഇദ് അൻശഅകും മിനൽ അർളി. മനുഷ്യൻ എത്ര തന്നെ വളർന്നാലും, എത്ര തന്നെ പുരോഗതി പ്രാപിച്ചാലും ആകാശത്തോളം ഉയർത്തു നിൽക്കാമെന്ന് അവൻ വ്യാമോഹിക്കേണ്ടതില്ല
എന്ന പാഠമാണ്. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചത് കറുത്ത മണ്ണിൽ നിന്നാണ്, നിന്നെ കളിമണ്ണിൽ നിന്നാണ്, പൊടിമണ്ണിൽ നിന്നാണ്, ഉറച്ച മണ്ണിൽ നിന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആകാശത്തോളം ഉയരാൻ മനുഷ്യന് കഴിയില്ല, മണ്ണോളം മാത്രമേ അവന് ഉയരാൻ സാധിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മനുഷ്യൻ്റെ ദൗർബല്യത്തെക്കുറിച്ച്, അവൻ്റെ ബലഹീനതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രകൃതി ദുരന്തങ്ങളെ ഈ വീക്ഷണകോണിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 4ാമത്തെ പാഠം, അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ അക്രമമർദ്ദനങ്ങൾക്ക് നിരന്തരം ഇരയായിത്തീർന്ന മർദ്ദിതരുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു വായനയാണ്. ആ വായനയാണ് ഇന്ന് മാനവികത എന്ന നിലയിൽ ആളുകൾ അതിനെ കാടടച്ച് വെടിവെച്ചുകൊണ്ട് മാനവരാശിയോടുള്ള വെല്ലുവിളിയാണിത് എന്ന അർത്ഥത്തിൽ വിമർശിക്കപ്പെടുന്നത്. മർദ്ദിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണുനീരിന്, അവരുടെ ഷഹാദത്തുകൾക്ക്, അവരുടെ ശുഹദാക്കൾക്ക് ഒരു മൂല്യം പടച്ചതമ്പുരാൻ്റെ മുമ്പിലുണ്ട്. മർദ്ദകരായ മനുഷ്യർ, അവരുടെ ചകിടത്താണ് ഈ മർദ്ദിതരുടെ പ്രാർത്ഥനയുടെയും അവരുടെ കണ്ണുനീരും ചെന്ന് പതിച്ചത് എന്ന അർത്ഥത്തിൽ കൂടി തീർച്ചയായിട്ടും ഈ ദുരന്തങ്ങളെ വായിക്കപ്പെടും. അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് എന്ന് മാത്രം ഓർത്ത് സമാധാനിക്കുക മാത്രമേ വഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം ദുരന്തങ്ങൾ നൽകി, ഏതെല്ലാം മനുഷ്യ സമൂഹത്തെ പരീക്ഷിക്കുന്നുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പരിപൂർണ മോചനം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കാലിഫോർണിയയിൽ ഇപ്പോഴുണ്ടായ ദുരന്തം മനുഷ്യ ചരിത്രത്തിൽ, നമ്മുടെ അനുഭവത്തിൽ കെട്ടുകേൾവിയില്ലാത്തതാണ്. നിരപരാധികളായ മനുഷ്യർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരം പാഠങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ആ സമൂഹത്തിനും ആ ഭരണകൂടത്തിനും അല്ലാഹു തആല കൃത്യമായ ബുദ്ധിയും വിവരവും അല്ലാഹു തആല ആ നാടുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഭരണകൂടത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ എല്ലാ മനുഷ്യരെയും മാനവരാശിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.